സ്നേഹമുള്ള മക്കളെയാണ് വേണ്ടത്. അമ്മയോട് സ്നേഹമില്ല അതുകൊണ്ടാണ് ബെഞ്ഞാറമ്മൂട്ട് ഒരു ചെറുക്കൻ ഏറി ഇറങ്ങി നടന്ന് 5 പേരെ കൊന്നത്. അവനെ സ്നേഹിച്ച് വളർത്തി അവന്റെ പെറ്റതള്ള, ആ പെറ്റതള്ള ആരാണെന്ന് മനസ്സിലാക്കണം. ഇവൻ ഇത്രയും കൊലപാതകം ചെയ്തെന്ന് അറിയാതെ പോലീസുകാർ ചോദിക്കുമ്പോൾ പറയണം, മജിസ്ട്രേറ്റിനോട് പറയണം, ഞാൻ കട്ടിലേന്ന് വീണ് തലയിടിച്ചാണ് പറഞ്ഞത്. ചുറ്റിയല്ലുകൊണ്ട് മണ്ടക്കടിച്ച് ചാവാതെ രക്ഷപ്പെട്ടവരും പെറ്റതള്ള ആരാണെന്ന് മനസ്സിലാക്കണം. അവർ പറയുന്നു, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. മോൻ അടിച്ചു എന്ന് പറഞ്ഞാൽ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ആ പെറ്റതള്ള മജിസ്ട്രേറ്റിനോട് പറയണം, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. എന്താ സംഭവിച്ചതെന്ന് അവരറിയുന്നല്ലോ. 5 പേരെ കൊന്നവൻ 6ാമതായി അവരെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കാതെ അതാണ് അമ്മയുടെ മനസ്സ്. അവർ പറയുന്നത്, എന്റെ മകൻ ഞാൻ കട്ടിലിൽ നിന്ന് വീണാന്ന് അവന് മകനെ രക്ഷിക്കുകയാണ്. അവനെ സ്നേഹിച്ച് വിശ്വസിച്ച പെണ്ണിനെ പോലും വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് മണ്ടയടിച്ചു പൊട്ടിച്ച് കൊല്ലുന്നവൻ മാനസിക രോഗിയല്ല, അവൻ മയക്കുമരുന്നില്ല, അവനൊരു ക്രിമിനലാണ്. അവനെ ഒരു ക്രിമിനലായിട്ട് കാണാൻ നമ്മൾ തയ്യാറാവണം. ക്രിമിനൽ തന്നെയാണ്. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവന് മാനസിക രോഗമുണ്ട്, അവൻ മയക്കുമരുന്നിന് അടിപെട്ട് ഒരു അഹങ്കാരമാണ് അവന്. ക്രിമിനൽ ബുദ്ധിയുള്ളവന്റെ അഹങ്കാരം. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? ഈ അമ്മ വളർത്തി, അച്ഛൻ വളർത്തി, വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല. അവന്റെ പോക്ക്, അവന്റെ മനസ്സിന്റെ ആശയം, അവന്റെ ചിന്താധാരകൾ എന്താണ് എന്ന് ആരും അന്വേഷിച്ചില്ല. അവൻ രഹസ്യമായി ആരോടും മിണ്ടാതെ നടന്ന ക്രിമിനൽ പരിപാടികൾ ആസൂത്രണം ചെയ്യും. ചുറ്റിയല് വാങ്ങാനും 10-25 കിലോമീറ്റർ യാത്ര ചെയ്ത് 2 പേരെ കൊന്നതിന് ശേഷം വീണ്ടും യാത്ര ചെയ്യാനും, വീണ്ടും ഒരാളെ കൂടെ കൊന്നിട്ട് വീണ്ടും യാത്ര ചെയ്യാനും, എവിടെയോ ഇരിക്കുന്ന അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി, സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അവളുടെ മണ്ട അടിച്ചു പൊട്ടിച്ച് കൊല്ലാനും, സ്വന്തം അനിയന് ബിരിയാണി വാങ്ങിക്കാൻ പൈസയും കൊടുത്തു അവൻ 25 അടി അവന്റെ തലയ്ക്കടിച്ച് കൊല്ലണമെങ്കിൽ അവൻ മൃഗീയമായ ക്രൂരനായ കുറ്റവാളിയാണ്.